ഹെപ്പറ്റൈറ്റിസ് എ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ വളരെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, കുട്ടികൾക്ക് സാധാരണ വന്നുകൊണ്ടിരുന്ന ഹെപ്പറ്റൈറ്റിസ് എ മുതിർന്ന ആളുകൾക്ക് വരികയും മുതിർന്ന ആളുകളെ പലപ്പോഴും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് എയിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ജനിതക വ്യതിയാനം കാരണമാണോ? സാധാരണ 1000 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ വരുമ്പോഴൊക്കെയാണ് ഒരാൾ മരണത്തിലേക്കോ തീവ്രമായിട്ടുള്ള രോഗത്തിലേക്കോ നീങ്ങാൻ സാധ്യത. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഒരുപക്ഷെ 1% ആളുകളെങ്കിലും വളരെ കൂടുതൽ 1000-1 എന്നതിൽ നിന്നും 100-1 എന്നുള്ള നിരക്കിലേക്ക് ഈ അപകടം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് എയിൽ വന്നിട്ടുള്ള ജനിതക വ്യതിയാനം വന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനകൾ, പ്രാഥമിക പരിശോധനകളെല്ലാം കാണിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എയിൽ കാര്യമായിട്ടുള്ള ജനിതക വ്യതിയാനം വന്നിട്ടില്ല എന്നാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് വളരെ കൂടുതൽ പടർന്നു പിടിക്കുകയും ആളുകൾ മരണമടയുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ആളുകൾ തീവ്രമായിട്ടുള്ള രോഗത്തിന് വിധേയരാകുന്നു? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് അത്രത്തോളം മാരകമാകാത്ത രോഗം മുതിർന്നവർക്ക് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ മുതിർന്നവരിൽ നല്ലൊരു ശതമാനം ആളുകളുടെ കരൾ പ്രത്യേകിച്ചും പൂർണ്ണമായും ആരോഗ്യാവസ്ഥയിലല്ല. അതിനൊരു കാരണം, ചില ആളുകൾ മദ്യം ഉപയോഗിക്കുന്നതാണ്. മദ്യം ഉപയോഗിക്കുന്ന ആളുകളുടെ കരൾ സാധാരണ ആളുകളുടെ കരളോളം ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കില്ല. എന്ന് മാത്രമല്ല, പലപ്പോഴും തടി കൂടുന്നതനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങളും, അതായത് കരൾ രോഗം നമ്മൾ അറിയാതെ വളരെ മൈൽഡായിട്ടുള്ള കരൾ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ മുതിർന്ന ആളുകളിൽ നല്ലൊരു ശതമാനം അതിന് ഇരകളാണ്. ഒരുപക്ഷെ സാധാരണ നിലയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് ഒരു ഹെപ്പറ്റൈറ്റിസ് എ വരുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് അണുബാധയെ നേരിടാനായിട്ട് കരളിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ രോഗത്തിന് ആളുകൾ കീഴ്പ്പെടുന്നതിന് കാരണമായിട്ട് പറയുന്നത്. ഇവിടെ നോക്കൂ, പകർച്ചവ്യാധി മാത്രമല്ല, പകരാരോഗങ്ങളായിട്ടുള്ള മദ്യത്തിൻ്റെ ഉപയോഗം, പൊണ്ണത്തടി, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ പകർച്ചവ്യാധി കാരണം ഉണ്ടാകുന്ന മരണങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവിൽ ആരോഗ്യത്തോടു കൂടി ഇരിക്കേണ്ടത് പകർച്ചവ്യാധികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നതിനും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഹെപ്പറ്റൈറ്റിസ് എ വളരെ വ്യാപകമായിട്ട് പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് എ വളരെയധികം ബുദ്ധിമുട്ടുള്ള, നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ്. കോളറ അതേസമയം കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു രോഗമാണ്. ഉദാഹരണത്തിന് കോളറ ഒരു ക്ലോറിൻ്റെ സാധാരണ നിലയിൽ തന്നെ, ക്ലോറിൻ്റെ വളരെ ചെറിയൊരു ഡോസിൽ പോലും കോളറ ബാക്ടീരിയ ഇല്ലാതെയാകും. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് അതിനൊരു പുറംപാളി ഇല്ലാത്ത വൈറസാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കോവിഡിനെതിരെയും ഇപ്പം നിപ്പയ്ക്കെതിരെയും ഒക്കെ നമ്മൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കൈ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പറയും, അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കാൻ പറയും. പെട്ടെന്ന് തന്നെ സോപ്പും വെള്ളം, അല്ലെങ്കിൽ പേവിഷബാധയ്ക്കെതിരെ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ പറയുന്നത് മുറിവിൻ്റെ ഭാഗം ഈ സാധാരണ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാനാണ് പറയുന്നത്. അതിന് കാരണം ഈ വൈറസിൻ്റെ പുറം പാളിയിലുള്ള ലൈപ്പിഡ് അല്ലെങ്കിൽ കൊഴുപ്പ് വളരെ വേഗത്തിൽ സോപ്പുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വൈറസ് നിർവീര്യമാകും. ക്ലോറിനും അങ്ങനെ തന്നെയാണ്. ഈ പുറം പാളിയുള്ള വൈറസുകളെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഹെപ്പറ്റൈറ്റിസ് എ പുറംപാളിയുള്ള ഒരു വൈറസ് അല്ല. അതിന് പുറംപാളി ഇല്ലാത്തതുകൊണ്ട് തന്നെ സാധാരണ നിലയിലുള്ള ക്ലോറിന് പോലും ഹെപ്പറ്റൈറ്റിസ് എയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. അതായത് കിണറിൽ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ വന്നിട്ടുള്ള വീടുകളിൽ പോയാൽ കിണർ വൃത്തിയാക്കുമ്പോൾ സാധാരണ അളവിലുള്ള ക്ലോറിൻ, സാധാരണ നമ്മൾ ഏതാണ്ട് 1 തൊടി വെള്ളത്തിന് അല്ലെങ്കിൽ 1000 മീറ്റർ ക്യൂബ് വെള്ളത്തിന് നമ്മൾ ഏതാണ്ട് ഒരു 2.5 ഗ്രാം അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി കവറിനകത്ത് കൊള്ളുന്നത്ര ബ്ലീച്ചിങ് പൗഡറാണ് പൊതുവിൽ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ഉപയോഗിക്കണം. അതിനെ നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയും. അപ്പോൾ അതായത് വൈറസ് നശിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വൈറസ്. അതോടൊപ്പം തന്നെ ഏതൊരു വൈറസിനെ നശിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ പ്രക്രിയ വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്ന ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്നും നമ്മുടെ ആളുകൾ പിന്നാക്കം പോകുന്നു. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു? ആളുകൾ പലപ്പോഴും പച്ചവെള്ളം കുടിക്കുന്നു. പല ഈ സാമ്പ്രദായികമായിട്ട് ഉള്ള ചികിത്സ രീതികൾ അവലംബിക്കുന്ന പല ആളുകളും പറയുന്നത് വെള്ളം തിളയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പച്ചവെള്ളം കുടിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്ന പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും നമ്മുടെ നാട്ടിലുണ്ട്. പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എ അണുബാധയും അതോടൊപ്പം ഞാനിനി പറയാൻ പോകുന്ന മറ്റ് ജലജന്യ രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടും. അപ്പോൾ മറ്റൊന്ന് ഫിൽറ്ററുകളുടെ ഉപയോഗമാണ്. ഫിൽറ്ററുകൾക്ക് പലപ്പോഴും വൈറസിനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഫിൽറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടാവില്ല. കാലങ്ങൾക്ക് മുമ്പ് വെച്ച ഫിൽറ്റർ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ സ്കൂളുകളിലും ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മുടെ ഒരു അനുഭവം, ആ വീട്ടിലെ ആയമാർ കുട്ടികൾക്ക് ഈ സ്കൂളിൽ വെള്ളം തിളപ്പിച്ച് കൊടുത്തുകൊണ്ടിരുന്നു.
പക്ഷേ ഫിൽറ്റർ വന്നതിന് ശേഷം തിളപ്പിക്കുന്ന സ്വഭാവം ഇല്ലാണ്ടാവുകയും ആ ഫിൽറ്ററിൽ നിന്നും ഹെപ്പറ്റൈറ്റിസ് എ അണുബാധയുണ്ടായി കുഞ്ഞുങ്ങൾ അപകടത്തിലാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫിൽറ്ററുകൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഫിൽറ്ററുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യണം. ഹെപ്പറ്റൈറ്റിസ് എ പോലെയുള്ള വൈറസുകൾ പലപ്പോഴും ഫിൽറ്ററുകൾ ഒരു ആശ്വാസമാകണം എന്നില്ല. അപ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹെപ്പറ്റൈറ്റിസ് എയുടെ മറ്റൊരു പ്രത്യേകത, അതിനെ നിയന്ത്രിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം, ഹെപ്പറ്റൈറ്റിസ് എ വരുന്ന ഒരാൾ അയാൾക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുമ്പ് തന്നെ ഈ വൈറസിനെ വെള്ളത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കും. അയാളുടെ മലത്തിലൂടെ ആ വൈറസ് വെള്ളത്തിലെത്തും. അതായത് ഞാൻ ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട് എന്ന് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഉണ്ട് എന്ന് ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ മറ്റുള്ളവർക്ക് രോഗം കൊടുത്തിട്ടുണ്ടാകും. എന്ന് മാത്രമല്ല, രോഗം മാറിയതിന് ശേഷവും ദിവസങ്ങളോളം ഞാൻ വൈറസിനെ മലത്തിലൂടെ വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പറ്റുന്നു, നമ്മളുടെ ഈ മലമൂത്ര വിസർജനം എന്ന് നമ്മൾ എപ്പോഴും നമുക്കറിയാം, ഓപ്പൺ എയറിൽ നമ്മൾ ഒരിക്കലും മലമൂത്ര വിസർജനം ചെയ്യരുത് എന്ന് നമ്മൾ പറയും. പക്ഷേ പലപ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ എയറിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ കക്കൂസിൽ പോകുമ്പോൾ ആ കക്കൂസ് കണക്ട് ചെയ്തിരിക്കുന്ന സെപ്റ്റിക് ടാങ്കിൽ ലീക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കിണറിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാട്ടർ ബോഡിയിലേക്ക് ഇത് ലീക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ ആ പ്രദേശത്ത് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ തന്നെ ശുചിത്വശീലങ്ങളെ പുനർനിർവചിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സെപ്റ്റിക് ടാങ്കുകൾ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ്, കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ നഗരപ്രദേശങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ വളരെയധികം വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ള തീരപ്രദേശങ്ങളിലൊക്കെ സെപ്റ്റിക് ടാങ്കുകൾ പോലും ചിലപ്പോൾ അപകടം ചെയ്യാം. അതിൽ നിന്നുള്ള ലീക്കേജ് പലപ്പോഴും ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സെപ്റ്റിക് ടാങ്കിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ നഗരപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ഒക്കെ നമ്മൾ മലത്തിന് മുകളിലാണ് ജീവിക്കുന്നത്. മണ്ണിനടിയിൽ നമ്മൾ കുഴിച്ചിട്ടിരിക്കുന്ന ഇത്രയും വിസർജ്യം ഹെപ്പറ്റൈറ്റിസ് എ പോലെയുള്ള അണുബാധയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇത്തരം വൈറസുകൾ പലപ്പോഴും ഈ വിസർജ്യത്തിൽ കാലങ്ങളോളം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് 2 ദിവസം കഴിഞ്ഞ് ഹെപ്പറ്റൈറ്റിസ് എ വരാനിരിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ, ഞാൻ ഇന്ന് കക്കൂസിൽ പോകുമ്പോൾ ഞാൻ വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൈ മലിനമായിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് ആ കൈ വൃത്തിയാക്കുന്ന ഒരു സ്വഭാവം എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ബാക്ടീരിയ ഉണ്ടാകും. ഒരുപക്ഷെ ഞാൻ എവിടെയെങ്കിലും പിടിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭക്ഷണം എടുത്ത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് മറ്റൊരാളിലേക്ക് എത്തും.